സംസ്ഥാനത്ത് 1510 പുതിയ തദ്ദേശ വാർഡുകൾ കൂടി വരുന്നു. പുതുക്കിയ തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ കരട് പുറത്തിറങ്ങി. ഇതനുസരിച്ച് 1375 പുതിയ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ നിലവിൽ വരും. പുതുക്കിയ മുനിസിപ്പാലിറ്റി വാർഡുകളുടെ എണ്ണം 128 കോർപ്പറേഷൻ വാർഡുകൾ 7. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, വിവരങ്ങൾ. രുചീഷ്, ഇത് നേരത്തെ നിയമസഭ തീരുമാനിച്ചതാണ്, അത് പാസ്സാക്കിയതുമാണ്. അതിന്റെ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഇപ്പോൾ അതിന്റെ എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കിയത്. അതിലിപ്പോൾ ഇതിന്റെ നിബന്ധന പൂർത്തിയാക്കുമ്പോൾ 1510 വാർഡുകളാണ് ഏറ്റവും കൂടുതലായി സംസ്ഥാനത്ത് ഉണ്ടാവുക. അതിൽ ഗ്രാമപഞ്ചായത്ത് 1375 അതോടൊപ്പം മുനിസിപ്പാലിറ്റി 128, കോർപ്പറേഷൻ 7. അങ്ങനെ ഇത്രയധികം വാർഡുകളാണ്. അതായത് മുഴുവനായും 1510 വാർഡുകളാണ് ഏറ്റവും കൂടുതലായി സംസ്ഥാനത്ത് പുതിയതായി ഉണ്ടാവുക. നേരത്തെ തന്നെ ഇത് നിയമസഭ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ BJP അടക്കം രംഗത്ത് വന്നിരുന്നു. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഇത്തരം വാർഡുകൾ പുനഃക്രമീകരിക്കുമ്പോൾ BJP ആരോപിച്ചൊരു കാര്യം, ഇതിൽ CPM-ന് LDF-ന് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന രീതിയിലേക്ക് വാർഡ് ക്രമീകരിക്കുന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിലിപ്പോൾ നിലവിൽ ഇത് കരട് മാത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ആക്ഷേപങ്ങളും പരാതികളും അറിയിക്കാൻ സാധിക്കും. ഇപ്പോൾ അത് അടുത്ത ഡിസംബർ 3 വരെയാണ് ഇതിന്റെ ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാനുള്ള ദിവസം. അതിനുള്ളിൽ ഉന്നയിക്കാൻ തന്നെയാണ് BJP അടക്കമുള്ള തങ്ങളുടെ തീരുമാനം. രജീഷ്, ശരി.